ഖത്തറിൽ ബാങ്കിനെ കബളിപ്പിച്ച് 61 കോടി രൂപ തട്ടിയ മലയാളിയെ കേന്ദ്രീകരിച്ച് കേരളത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ്. കണ്ണൂരിലെ വ്യവസായി ഇസ്മയിൽ ചക്കരാത്തിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ബിസിനസ് വിപുലപ്പെടുത്താനെന്ന പേരിൽ 31 ലക്ഷത്തോളം റിയാലാണ് ദോഹ യുണൈറ്റഡ് ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് മുങ്ങിയത്. തട്ടിപ്പ് വെട്ടിപ്പിൽ ചില മലയാളികളെങ്കിലും പൊളിയാണ്. ഓഹരി വിപണി നിയന്ത്രണ സ്ഥാപനമായ സെബിയിലെത്തിയ ശേഷം മാധവി പുരി ബുച്ച് ICICI ബാങ്കിൽ നിന്ന് സ്വീകരിച്ച കോടികൾ ഏത് കണക്കിൽപ്പെടുത്തണം? റിട്ടയർമെന്റ് കണക്കിലാണെന്ന് ബാങ്ക് പറയുന്നത് കോൺഗ്രസിന് സ്വീകാര്യമായിട്ടില്ല. ഇടയ്ക്കിടെ നൽകുന്ന ഒന്നാണോ റിട്ടയർമെന്റ് ആനുകൂല്യം? 2014-15 അത് കൊടുത്തു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം പിന്നെയും കൊടുത്തതിന്റെ ന്യായം എന്താണ്? സംശയം ബാക്കി. ലോകബാങ്കിന്റെ നിരീക്ഷണത്തിൽ ഈ വർഷം ഇന്ത്യക്ക് മെച്ചപ്പെട്ട വളർച്ചയാണ്. വളർച്ചാ നിരക്ക് നേരത്തെ പറഞ്ഞ 6.6 അല്ല 7%-ലെത്തും. മെച്ചപ്പെട്ട മഴയും ഉപഭോഗവുമാണ് ഈ ഉണർവിന് കാരണമെന്ന് ഇന്ത്യ വികസന അപ്ഡേറ്റിൽ ലോകബാങ്ക് പറയുന്നു. കണക്കുകൾ എന്തായാലും തൊഴിൽ വരുമാന വളർച്ച ഉണ്ടാവുമോ എന്നാണ് യുവാക്കളും കർഷകരുമടക്കമുള്ളവർ ഉറ്റുനോക്കുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് കമ്പനിയിൽ നിന്ന് സുഖോയിയുടെ 240 വിമാന എഞ്ചിനുകൾ 26,000 കോടി രൂപ മുടക്കി വാങ്ങാനുള്ള പ്രതിരോധ മന്ത്രാലയത്തിന്റെ തീരുമാനം ഓഹരി വിപണിയിലുണ്ടാക്കിയ ചലനം ഒന്ന് വേറെ തന്നെ. HALന്റെ മാത്രമല്ല, കൊച്ചിൻ ഷിപ്പ്യാർഡ് അടക്കം പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും ഓഹരി വില കുതിച്ചു കയറി 9% വരെ. വിവാദ കേരളം ഹേമ കമ്മിറ്റിയിൽ നിന്ന് PV അൻവറിലേക്കൊരു കുതിച്ചുചാട്ടം തന്നെ നടത്തി. പക്ഷേ സിനിമക്കാരെ ചുമന്നു നിൽക്കുന്നവർ മുതുകൊടിഞ്ഞ നിലയിലാണ്. പുതിയ പല സിനിമാ പ്രോജക്റ്റുകളും അനിശ്ചിതത്വത്തിൽ. ഈ ഘട്ടത്തിൽ സിനിമയിൽ പണം മുടക്കുന്നത് ബുദ്ധിയാണോ എന്നാണ് ശങ്ക. വിവാദ ചുഴിയിലായവരെ ഉൾപ്പെടുത്തിയുള്ള പരസ്യങ്ങൾ ഒട്ടുമിക്ക ബിസിനസ്സുകാർക്കും പിൻവലിക്കേണ്ടി വന്നു. നാറുന്നവനെ ചുമന്നാൽ ചുമന്നവനെ നാറുമെന്നാണ് പ്രമാണം. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.